പെരുന്തേനീച്ചയെ കൊണ്ട് വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തിരുമേനി കോറാളിയിലെ തൈപ്പറമ്പിൽ ഷാബിയും കുടുംബവും. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പെരുന്തേനീച്ചയെ കൊണ്ട് വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തിരുമേനി കോറാളിയിലെ തൈപ്പറമ്പിൽ ഷാബിയും കുടുംബവും. ഇവരുടെ വീടിന് തൊട്ടടുത്താണ് വലിയൊരു പെരുന്തേനീച്ചയുടെ കൂടുള്ളത്. രാത്രിയിൽ വീട്ടിനുള്ളിൽ ലൈറ്റിട്ടാൽ ഇവ കൂട്ടമായി വീട്ടിനുള്ളിലെത്തുന്നു. ലൈറ്റിട്ട് വീടിനുള്ളിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നും ഭയത്തോടെയാണ് കഴിയുന്നതെന്നും ഷാബി പറഞ്ഞു. നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു മരക്കുറ്റിയിലിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ് ഈ കാണുന്നത്. ഇത് രാത്രികാലങ്ങളിൽ എൻ്റെ വീടിൻ്റെ പെരക്കകത്തോട്ട് ലൈറ്റൊക്കെ ഓണായി വരുമ്പോൾ ഈ ഈച്ചകളെല്ലാം കൂടെ പെരക്കകത്തോട്ട് കയറി ഭയങ്കര ശല്യമാവുകയാണ്. ബാത്റൂമിലാണേലും അടുക്കളയിലാണേലും പുറത്തോട്ട് എവിടെ ലൈറ്റ് ഇട്ടാലും ഇതിങ്ങനെ എല്ലാം കൂടെ ഉള്ളിലേക്ക് കയറുകയാണ്. കുറേ കാലമായിട്ട് ഇയാളോട് ഞാനിത് പറയുന്നതാണ്, ഈ കാടെല്ലാം കൂടെ ഒന്ന് തെളിച്ചു തരാൻ ഇയാളോട് ഞാൻ പറയുന്ന പലവട്ടം ഞാൻ ഇയാളോട് പറഞ്ഞതാണ്. അയാൾ എൻ്റെ പറമ്പിലെ കാടാണ്, അത് അവിടെ നിന്നോളൂ, നിങ്ങൾക്ക് എൻ്റെ ചേർന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2 മാസമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ഇതിപ്പോൾ അയൽവക്കക്കാരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടുപിടിച്ചത്. ഞങ്ങൾ 2-3 ദിവസമായിട്ട് താഴെ ഭാഗങ്ങളിലെല്ലാം അന്വേഷിച്ച് നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ നിൽക്കുന്ന ഈ പൊങ്ങലത്തിൻ്റെ പൂ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന ആയതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ തീച്ച അതിലേക്ക് കയറുന്ന ആയതുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഈ സാധനം അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കളയാനുള്ള ഒരു വഴി ആണ് ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞത്. പഞ്ചായത്തിലെ മെമ്പറോടും അവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഇതൊന്നും കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലാമ്പുഴ സ്വദേശി സുഗുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷാബിയുടെ വീടിനടുത്ത് പെരുന്തേനീച്ച കൂട് കെട്ടിയിരിക്കുന്ന സ്ഥലം. ഇത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. തേനീച്ച കൂട് കത്തിച്ച് കളയാനും കഴിയില്ല. മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നതിനാൽ കത്തിക്കാൻ കഴിയില്ല. ചുറ്റിലും വീടുകൾ ഉള്ളതിനാൽ കാക്കയോ പരുന്തോ കൂട് ഇളക്കിയാൽ തേനീച്ചയുടെ ആക്രമണമുണ്ടാകും. ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഷാബി ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി നൽകിയിരിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.